ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഓണസദ്യ സ്പെഷ്യൽ തയ്യാറാക്കാം. ഇനി നമുക്കൊരു ബൗളെടുത്തതിന് ശേഷം ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ പരിപ്പെടുത്ത് ഒരു വലിയ ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളമൊഴിച്ച് കുതിർത്തിയിടാം. കുതിർത്തി ക്ലീൻ ചെയ്തെടുത്ത നമ്മുടെ പരിപ്പ് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ കുക്കർ അടച്ച് വെച്ച് 6 വിസിൽ നമുക്ക് അടുപ്പിക്കാം. ഇനി നമുക്കൊരു കടായി വെച്ചതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് 2 വെണ്ടക്ക ചെറിയ കഷ്ണങ്ങളാക്കിയത് മുറിച്ച് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്കൊരു കഷ്ണം കായം ഇട്ട് വറുത്തെടുക്കാം. ഇത് നമുക്കൊന്ന് ചതച്ചെടുത്ത് മാറ്റി വെക്കാം. വെന്ത് വന്ന നമ്മുടെ പരിപ്പിലേക്ക് നമുക്ക് സാമ്പാർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഒരു ഉരുളൻകിഴങ്ങ് 4 പീസാക്കിയതും 2 മുരിങ്ങക്കായ പീസുകളാക്കിയത്, പടവലങ്ങ ഒരു ചെറിയ കഷ്ണം അരിഞ്ഞത്, വെള്ളരിക്ക ചെറിയ കട്ട് ചെയ്തത്, കുറച്ച് പയറും, ചുരക്ക ചെറുതായി അരിഞ്ഞത്, 2 തക്കാളി ചെറുതായി അരിഞ്ഞത്, വഴറ്റിയെടുത്ത നമ്മുടെ വെണ്ടക്ക ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ ചെറിയ പീസുകളാക്കി അത് ചേർത്ത് കൊടുക്കാം. ഒരു 8 പച്ചമുളക് നടുകീറിയതും ചേർത്ത് കൊടുക്കാം. 10 രൂപയുടെ ഒരു പാക്കറ്റ് സാമ്പാർ പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് കറിവേപ്പില, 1 നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞ് അരിച്ചെടുത്തത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കായം നമ്മൾ വറുത്തെടുത്ത കായം ചതച്ചെടുത്തത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമുക്ക് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. 4 വെളുത്തുള്ളി ചതച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്കിത് എല്ലാം കൂടി ഒരു മൺചട്ടിയിലേക്ക് മാറ്റിക്കൊടുത്ത് നമുക്കിത് വേവിക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഒരു തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വേവിക്കാം. നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളെല്ലാം ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പില്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് നമ്മുടെ സാമ്പാർ താളിക്കാം. ഇനി നമുക്കൊരു കടായി വെച്ച് അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും 2-3 വറ്റൽ മുളകും നമുക്കിതിലേക്ക് ചേർത്ത് കുറച്ച് സാമ്പാർ പൊടിയും ചേർത്ത് കൊടുക്കാം. സാമ്പാർ പൊടി ചേർത്തതിന് ശേഷം നമുക്ക് കറിയിൽ നിന്ന് കുറച്ച് സാമ്പാർ എടുത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സാമ്പാർ അടിപൊളി. ഇനി നമുക്കിത് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ താളിപ്പ്. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ സാമ്പാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റിയുള്ള നല്ല രുചിയുള്ള സാമ്പാറാണിത്. സദ്യക്കായാലും ഇഡലിൻ്റെ ഒപ്പമായാലും ചോറിൻ്റെ ഒപ്പമായാലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാമ്പാർ. ഇനി ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണെങ്കിലും നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. നമ്മുടെ സാമ്പാർ ഇനി നമുക്ക് അടച്ച് വെക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ്. ഓക്കേ, ബൈ ബൈ.